2024 ജൂലൈ 30 മറവിക്ക് മായ്ക്കാനാകാത്ത ദുരന്തത്തിന്റെ ഓർമ്മക്കുറിപ്പായി മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. വയനാട് ചൂരൽമലയുടെയും മുണ്ടക്കൈയുടെയും നെഞ്ചു പിളർത്തി ഉരുൾ ഒഴുക്കിക്കൊണ്ടുപോയത് നൂറുകണക്കിന് ജീവിതങ്ങളാണ്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് ആകെ തന്നെ. ദുരന്തഭൂമിയിൽ മാനവികത കൈമോശം വരാത്ത മനുഷ്യനന്മയുടെ കൂട്ടായ്മകൾ നാം കണ്ടു. രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ സൈന്യത്തിനും ഫയർഫോഴ്സിനും NDRFിനും ഒപ്പം സന്നദ്ധ പ്രവർത്തകരായി ഒഴുകിയെത്തിയ യുവാക്കളുടെ വലിയൊരു കൂട്ടത്തെ നാം കണ്ടു. DYFI യൂത്ത് ബ്രിഗേഡ്, വൈറ്റ് ഗാർഡ്, യൂത്ത് കെയർ, സേവാഭാരതി, SDPI, വിഖായ, അങ്ങനെ മനുഷ്യനും മനുഷ്യജീവൻ വീണ്ടെടുക്കാനും വേണ്ടി രംഗത്തിറങ്ങിയവർ, അഹോരാത്രം പ്രയത്നിച്ചവർ. ഇനി പുനരധിവാസമാണ്. DYFI 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു. അതിനായി അവർ പണം കണ്ടെത്തുന്നത് ആക്രി പെറുക്കിയും ബിരിയാണി ചലഞ്ച് നടത്തിയും മത്സ്യം വിറ്റും ചായ വിറ്റും മറ്റുമൊക്കെയാണ്. ഏലംകുളത്തെ DYFI പ്രവർത്തകർ വേറിട്ടൊരു വഴി കൂടി കണ്ടെത്തി. ഷവർമ അൽഫാം ചലഞ്ച്. ഏലംകുളം പാലെങ്കിൽ അമ്പുവിന്റെ ഫുഡ് ചാർജർ ബേക്കറി അതിനായി വിട്ടുകൊടുത്തു. വയനാടിന് താങ്ങാകാൻ DYFIക്കൊപ്പം ഞാനുമുണ്ട്. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി DYFIയുടെ സംസ്ഥാന കമ്മിറ്റി റീബിൽഡ് വയനാട് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന് ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചെങ്കിലും ഈ പദ്ധതി തുടങ്ങിയതിനു ശേഷം അഭൂതപൂർവമായിട്ടുള്ള ഒരു പിന്തുണയാണ് നമ്മുടെ നാട്ടിൽ നിന്നാകെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ DYFI യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ അവിടെ ഒരു ദിവസത്തെ വേതനം നൽകി, അതുപോലെ തന്നെ ആത്മശേഖരണം നടത്തി വിവിധ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് പണം കണ്ടെത്തുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഉമ്മ അവരുടെ വളർത്തുമൃഗമായിട്ടുള്ള ആടിനെ ഈ റീബിൽഡ് വയനാട്ടിലേക്ക്
ചുങ്കം പട്ടിക്കാടുള്ള ഉമ്മ ക്യാമ്പയിനിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ അവരുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഹുണ്ടിക, ആ ഹുണ്ടിക ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് തരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഏലംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ അൽഫാം ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ ചെയ്യുന്ന ഈ പ്രവൃത്തി ഇന്നിവിടെ ഡിവൈഎഫ്ഐ ഏലംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൽഫാം ഷവർമ ചലഞ്ചാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏലംകുളത്തെ പാലെങ്കിൽ അമ്പുക്കാക്കുവിൻ്റെ റീചാർജ് ബേക്കറിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഏലംകുളത്ത് വെച്ചിട്ട് ഇന്ന് ഇവിടെ ഇപ്പോൾ അൽഫാം ഷവർമ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ ക്യാമ്പയിനുമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ സഹകരണത്തോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ